ഭക്തർക്ക് കൺകണ്ട ദൈവമാണ് മുത്തപ്പൻ. മുത്തപ്പനെ കൂടുതലായും ആരാധിക്കുന്നതും മലബാറുകാരാണ്. ഇപ്പോൾ ഏജന്റ് വന്നെത്തിയിട്ടുള്ളത് കുന്നത്തൂർപ്പാടിയിലാണ്. മുത്തപ്പന്റെ ആരൂഢ സ്ഥാനമായ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനത്ത് നിന്നാണ് ഇന്ന് നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. കാടിന്റെ പശ്ചാത്തലത്തിൽ ഉത്സവം നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുന്നത്തൂർപ്പാടിയും. അപ്പോൾ ഈ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനത്തെ ഭക്തിപൂർവമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി റോഡിൽ നിന്ന് കേരള വനത്തിലേക്കുള്ള നടപ്പാത. കല്ലുകളും വൻമരങ്ങളുടെ വേരുകളും ചവിട്ടി ഭക്തർ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തേക്ക് നടന്നു നീങ്ങുന്നു. കാടിന്റെ രാത്രി സൗന്ദര്യം എന്താണെന്ന് അനുഭവിച്ചറിയുന്ന നിമിഷങ്ങൾ. പ്രകൃതിയോടിണങ്ങുന്ന ആത്മീയതയുടെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കുന്നത്തൂർപ്പാടി നൽകുക. കാട്ടിലെ കുറച്ച് നടപ്പാത കടന്നാൽ എത്തുന്നത് ദേവസ്ഥാനത്താണ്. വൻമരങ്ങൾക്കിടയിൽ പുല്ലും ഓലയും ഓടയും കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക മടപ്പുര. ഒരു ഗുഹാക്ഷേത്രത്തിന്റെ രീതിയിലാണ് നിർമ്മാണം. സ്ഥിരം കെട്ടിടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇവിടെയില്ല. ഉത്സവകാലത്ത് മാത്രം നിർമ്മിക്കുന്ന ഓലമേഞ്ഞ സ്ഥാനിക പന്തലുകൾ തിരുമുറ്റത്തിന്റെ വശങ്ങളിലായുണ്ട്. ഭക്തർക്ക് കൺകണ്ട ദൈവമാണ് മുത്തപ്പൻ. മുത്തപ്പന്റെ ആരൂഢ സ്ഥാനമായാണ് കുന്നത്തൂർപ്പാടി അറിയപ്പെടുന്നത്. ഏരുവേശി പാടിക്കുറ്റി ഇല്ലത്തുനിന്ന് ഇറങ്ങിയ ശേഷം മുത്തപ്പൻ തന്റെ കൗമാരവും യുവത്വവും ചിലവഴിച്ചത് കുന്നത്തൂർ മലമുകളിലെ വനാന്തരത്തിലാണെന്നാണ് ഐതിഹ്യം. പ്രകൃതിയോടിണങ്ങിയ ആചാരങ്ങളും നിർമ്മാണങ്ങളും മാത്രമാണ് ഉത്സവകാലത്ത് ഇവിടെയുള്ളത്. തിരുമുറ്റത്ത് മണ്ണുകൊണ്ട് നിർമ്മിച്ച പീഠം കാണാം. മുത്തപ്പന്റെ ഇരിപ്പിടമാണിത്. തിരുമുറ്റത്തെ ചടങ്ങുകൾക്ക് ഓട കൊണ്ടുള്ള ചൂട്ട് കത്തിച്ചാണ് വെളിച്ചം നൽകുന്നത്. ദേവസ്ഥാനത്തിന് കുറച്ചകലെ കാട്ടിലുള്ള കുഴികളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നാണ് പൂജകൾക്കും മറ്റും ഉപയോഗിക്കുക. ആവലാദികൾക്ക് കൺകണ്ട ദൈവം തന്നെ പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ ഭക്തർക്ക് നിർവൃതി. ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ആരൂഢ സ്ഥാനത്ത് വെച്ച് തന്നെ മുത്തപ്പനെ കണ്ട് സായുജ്യമടയാൻ മലയിലെ തണുപ്പിനെ അവഗണിച്ച് പുലരുവോളം ഭക്തരുണ്ട്. അവസാനത്തെ ആൾക്കും ദർശനം നൽകിയിട്ടേ തിരുവപ്പനയുടെ തിരുമുടി അഴിക്കാറുള്ളൂ. ഇതിനിടയിൽ ചോറൂണും പേരിടലുമെല്ലാം നേരിട്ട് നടത്തുകയും ചെയ്യുന്നു. തിരുവപ്പന കെട്ടിയാടിക്കൊണ്ടിരിക്കെ എനിക്ക് മാതാവിനെ കാണണം എന്ന് പറഞ്ഞാൽ മൂലമ്പറ്റ ഭഗവതിയെ കെട്ടിയാടിക്കുകയായി. മുത്തപ്പന്റെ മാതൃസ്ഥാനമാണ് മൂലമ്പറ്റ ഭഗവതിക്ക്. ഉത്സവം കഴിയുന്നതോടെ ദേവസ്ഥാനത്തേക്ക് ആരും പ്രവേശിക്കാറില്ല. കാട് മൂടിക്കിടക്കുന്ന പ്രദേശം അടുത്ത ഉത്സവത്തിന് 7 ദിവസം മുൻപ് മാത്രമാണ് വൃത്തിയാക്കാൻ തുടങ്ങുക. ഡിസംബർ 17 ആരംഭിച്ച കുന്നത്തൂർപ്പാടി മഹോത്സവം ജനുവരി 16 സമാപിക്കും. നമ്മുടെ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനത്ത് നിന്ന് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലെ ഒരു പ്രധാന അംഗമായ വേണുഗോപാലൻ ചേട്ടനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. വിശേഷങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കുന്നത്തൂർപ്പാടി ക്ഷേത്രോത്സവത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്? ക്ഷേത്രോത്സവത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യത്തിലുള്ള പാർക്കിങ്ങും ടോയ്ലറ്റുമാണ്. ഈ 2 സൗകര്യങ്ങളും ഇപ്രാവശ്യം കൂടുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായിട്ട് 15 ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ വനത്തിനുള്ളിൽ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടായിരുന്നു വനംവകുപ്പ്. ഇപ്രാവശ്യം വനംവകുപ്പിൻ്റെ സമ്മതത്തോടെ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവും. അതുപോലെ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുതലാക്കിയിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് 2 നേരം ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ഭക്തജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരമാവധി നമ്മുടെ പരിമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങൾ കൂടെ സഹകരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉത്സവമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിശ്വാസം. നമ്മുടെ കുന്നത്തൂർപ്പാടിയിലെ താഴെ മടപ്പുരയിൽ നിന്ന് ക്ഷേത്രം ട്രസ്റ്റിയായ SK കുഞ്ഞിരാമൻ നായനാരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമ്മുടെ ഉത്സവം ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണല്ലോ അല്ലേ? എങ്ങനെയാണ് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? ഡിസംബർ 10 മുതൽക്കാണ് 24-ാം തീയതി മുതൽക്കാണ് ഇവിടുത്തെ പണി തുടങ്ങുക. 30-ാം തീയതി അത് അവസാനിക്കും. ഈ 10-ാം തീയതി ഇവിടെ ചന്ദനും കോമൽസിനും ഗൗരി കോമൽസിനും വലിയ അതുകൊണ്ട് കൂടിയിട്ട് ഈ പാടിപ്പുറത്ത്
ആരംഭം കുറിച്ചു. അതിന് ശേഷം അന്നത്തെ കാലത്തെ 2 പണം ചന്ത നിശ്ചയിച്ച രണ്ടാളെ 500 കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടയാള പണം കൊടുത്തു. 30-ാം തീയതി പണി തീർന്ന ആ ദിവസം രാവിലെ 2 ആളെ പറഞ്ഞേക്കും. അവർ 1-ാം തീയതി 500 കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും. അതേമാതിരി അങ്ങോട്ട് പറഞ്ഞേക്കാം. അതിന് ശേഷം തിരുവാഭരണപ്പണി കടക്കാട്ടടുത്ത് നിന്ന് കിഴക്കേപ്പുഴയിൽ സറാപ്പന്മാർ 3-4 ആൾ കൂടിയിട്ട് 50 ദിവസം വർക്ക് അതിന് വീണ്ടും റിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞ് പാണ്ടിയിൽ 1-ാം തീയതി തിരുവാഭരണം കൊണ്ട് കടക്കാട്ടടുത്ത് നിന്ന് പുറപ്പെട്ട് കുന്നത്തൂർ പാടിലെത്തും. അപ്പോൾ തന്ത്രി ആവശ്യമില്ല 5 ആളും കൂടിയിട്ട് ഇവിടെ വന്ന് ശുദ്ധി, പുണ്യാഹം എന്നിവ 16-ാം തീയതി ധനു 1-ാം തീയതി നടത്തും. ധനു 1-ാം തീയതിയാണ് ഈ 500-ന്മാരും ഇവിടെ ആരണ്ടിപ്പറമ്പിൽ പൈൻകുറ്റി കഴിച്ചിട്ട് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഈ ശുദ്ധി, പുണ്യാഹം, വാസ്തുബലി എന്നിവ നടത്തിയത് പിറ്റേ ദിവസം ധനു 2 ഡിസംബർ 17-ാം തീയതി രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, വൈകുന്നേരം ദിവാരാധനയോടുകൂടി തന്ത്രി പൂജ ചെയ്ത് പ്രസാദം കൊടുത്തതിന് ശേഷം തന്ത്രി ചന്ദന സമ്മതിക്കും. ഇന്നലെ തന്ത്രിയുടെ വകയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പാടി പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം പാടിയിൽ പുതിയ മുത്തപ്പ ഉറങ്ങാമത്തെ നാടുവാഴ്ചയും ദൈവം എല്ലാം കഴിഞ്ഞ ശേഷം തിരുവപ്പന കെട്ടിയായി. അത് ഏകദേശം ഒരു പുലർച്ചെ 4, 4:30, 5 മണി അതിന് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വെള്ളാട്ടം കഴിയും. ഇന്ന് രാവിലെ ഈ അടിയന്തരക്കാർ മുഴമ്പറ്റവരിൻ്റെ ആൾക്കാർ വന്നിട്ട് വീടിന് അടിയന്തരത്തിൻ്റെ നെല്ലാളണം. തിരുവപ്പനക്ക് 21 മറ്റേത് 7 നെല്ലാണ്. അതിനുശേഷം ഇന്ന് നടക്കുന്നത് വൈകുന്നേരം 5:30 മണിക്ക് ഊട്ടുംവെള്ളാട്ടം തുടങ്ങും. ഊട്ടുംവെള്ളാട്ടം 5:30 മണി മുതൽ 7 മണി വരെ ഊട്ടുംവെള്ളാട്ടം. 7 മണിക്ക് ശേഷം 8 മണി മുതൽ പാടിയിൽ തിരുവപ്പനൻ്റെ ചടങ്ങും. മലയിക്കൽ 8 മണിക്കാണ്. പിന്നെ മലയിറക്കൽ, കലശത്താൻ വേരൽ, മൊത്തത്ത് പകുതിയാകുമ്പോൾ കോമത്തിൻ്റെ നൃത്തം, പിന്നെ തോറ്റംപാട്ട് തുടങ്ങി തോറ്റംപാട്ടിലേക്ക്. അത് കഴിഞ്ഞ് മുടിയേറ്റ് കഴിഞ്ഞാൽ പള്ളിവേട്ട കഴിഞ്ഞാൽ ഭക്തജനങ്ങളെ ആദ്യം ബാണമല സ്വീകരിക്കുക. കള്ളാണ് ബാണമല ആദ്യം തന്നെ കൊടുക്കേണ്ടത്. ദക്ഷിണയും കൊടുത്ത് പണ്ടാനത്തിൽ ചെയ്യുന്ന ശേഷം ഭക്തജനങ്ങൾ കാണും. പാടി കയറിയിട്ട് 3-ാമത്തെ ദിവസം മൂലംപറ്റ ഭഗവതി ഉണ്ടായി. ഈ മൂലംപറ്റ ഭഗവതി കഴിഞ്ഞാൽ വെള്ളാട്ടം. ബാക്കി സാധാരണ ദിവസങ്ങൾ 5:30 മണിക്ക് കൂട്ടുമുള്ളാട്ടം തുടങ്ങി 7 മണിക്ക് ചെയ്യും. 8 മണിക്ക് തിരുവപ്പൻ്റെ ചടങ്ങുള്ളൂ. തിരുവപ്പൻ്റെ ചടങ്ങ് കഴിച്ചാൽ മലയിറക്കൽ, കലസ്ഥാനത്തിന് വരവ്, മോത്തത്ത്, അതിന് പകുതിയാകുമ്പം കോൺഗ്രസിൽ നിന്ന് നൃത്തം, പിന്നെ തോറ്റംപാട്ട് കഴിഞ്ഞാൽ മുടിയേറ്റ് കഴിഞ്ഞാൽ ഈ പീഠക്കല്ലുമ്പിൽ അത് കഴിഞ്ഞ് പള്ളിവേട്ട കഴിഞ്ഞ് തിരുവപ്പന ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കും. ആദ്യം തന്നെ മുത്തപ്പന് വാണമലാണ് വീത്ത് കൊടുക്കൽ. അത് സ്വർണ്ണക്കിണ്ടിയിലാണ് കൊടുക്കൽ. അത് കഴിഞ്ഞ് ഭക്തജനങ്ങളിൽ ദർശനം. മുത്തപ്പൻ പറഞ്ഞ ദിവസം അമ്മേനെ കെട്ടിയാടിക്കെന്ന് പറയും. അന്നത്തെ ആരാണോ കെട്ടിയത് അവരാണ് ഈ മൂലംപറ്റ ഭഗവതിക്ക് തോറ്റംപാട്ട് ചെല്ലുണ്ട്. മുത്തപ്പൻ പറയുന്നതിനനുസരിച്ചാണ് മൂലംപറ്റ മൂലംപറ്റ കഴിഞ്ഞ ശേഷം പിന്നെ രാവിലെ വെള്ളാട്ടുണ്ടായിരുന്നു. ഇതാണ് രാവിലെയും വൈകുന്നേരവും താഴെ മടപ്പുരയിൽ അഗ്രശാലയിൽ പ്രസാദം ഉണ്ടായിരിക്കുന്നത്. ഭക്തജനങ്ങൾ രാവിലെ വരുന്നുണ്ടെങ്കിലും ടിഫിനും ഉണ്ടായിരുന്നു. 2 നേരവും ഭക്ഷണം ഉണ്ടല്ലേ? ഉച്ചയ്ക്കും 3 നേരം അല്ലേ? രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഉണ്ട്. അപ്പോൾ ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചത്.
ചതിച്ചയാളെ വിശ്വസിക്കൂല, വിശ്വസിച്ചയാളെ ചതിക്കൂല, നിന്നിടം തുടിക്കില്ല, തളച്ച മരം പൊരിക്കില്ല, രണ്ടവസ്ഥയല്ല ഇരുനിറമില്ല മുത്തപ്പന് എന്നതാണ് മുത്തപ്പന്റെ വാമൊഴികളിൽ പ്രധാനം. ഈ വാക്കുകൾ ഹൃദയത്തിലേറ്റിയാണ് ഓരോ ഉത്സവ ദിനങ്ങൾ കഴിയുമ്പോഴും ഭക്തർ മലയിറങ്ങുന്നത്. ക്യാമറമാൻ ഹരിക്കൊപ്പം സൂര്യാനൂപ്, ഏജനെറ്റ്.